യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറി. ജെ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിൽ തർക്കങ്ങൾ രൂക്ഷമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ അബിൻ വർക്കി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മാധ്യമങ്ങളെ കാണുന്ന അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള എതിർപ്പ് പരസ്യമാക്കിയാൽ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി ജെ ജനീഷിനെ തിരഞ്ഞെടുത്തത്. ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. അബിൻ വർക്കിയെയും KM അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായാണ് തിരഞ്ഞെടുത്തത്. സാമുദായിക ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചായിരുന്നു പ്രഖ്യാപനം. എ ഗ്രൂപ്പുകാരനായ ജെ ജനീഷിലേക്ക് 1.5 മാസത്തെ ചർച്ചകൾക്കൊടുവിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദമെത്തിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 19,000 വോട്ട് നേടി 4ാം സ്ഥാനത്തായിരുന്നു ജനീഷ്. അധ്യക്ഷ പദത്തിലേക്ക് അവസാന ഘട്ടത്തിൽ വരെ പരിഗണിച്ച പേരായ ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റുമാക്കി. വൈസ് പ്രസിഡന്റും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ 1,70,000 വോട്ടുകൾ നേടിയ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ഐ ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയും ശക്തമായി ഉന്നയിച്ചെങ്കിലും സാമുദായിക സമവാക്യങ്ങളുടെ പേരിൽ തള്ളപ്പെട്ടു. അബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തെത്തിയാൽ KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും, KSU യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാർ എറണാകുളം ജില്ലയിൽ നിന്നും ആകുമെന്നായിരുന്നു എതിർവാദം. ഐ ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാൻ ദേശീയ സെക്രട്ടറി പദമാണ് അബിന് നൽകിയിരിക്കുന്നത്. KM അഭിജിത്തിനെ നേരത്തെ തന്നെ ദേശീയ സെക്രട്ടറിയെ പരിഗണിക്കാത്തതിൽ MK രാഘവൻ അടക്കമുള്ള MP മാർ ഹൈക്കമാൻഡിനെ എതിർപ്പ് അറിയിച്ചിരുന്നതാണ്. വാദപ്രതിവാദങ്ങൾ ആഴ്ചകളായി തുടർന്നതോടെയാണ് ജനീഷിന്റെ പേര് സമവായം കണ്ടത്.